സിപ്പിയും കുത്തനെയുള്ള കുന്നും. നമ്മുടെ സുപ്രുവിന്റെയും റിയോയുടെയും ചിങ്കുവിന്റെയും കൂട്ടത്തില് ഏറ്റവും ചെറിയ ആളായിരുന്നു സിപ്പി എന്നുള്ള സൈക്കിൾ. സിപ്പിക്ക് സുപ്രുവിനെ പോലെ എഞ്ചിൻ ഇല്ലാട്ടോ. സൂം സൂം എന്ന് ശബ്ദം ഉണ്ടാക്കാനും കഴിയില്ല. അവന്റെ മെലിഞ്ഞ ടയറുകൾ കാണുമ്പോ ചിങ്കു JCB തമാശയായിട്ട് പറയും, സിപ്പി നീ ഈ കാറ്റത്ത് പറന്നു പോവാതെ നോക്കണേ. ഒരു ദിവസം ഗ്രാമത്തിലെ കുന്നിൻ മുകളിലുള്ള പഴയ കെട്ടിടത്തില് സ്കൂൾ കുട്ടികൾക്കായി ഒരു പുതിയ വായനശാല തുറക്കാൻ തീരുമാനിച്ചു. വായനശാലയിലേക്കുള്ള പുതിയ പുസ്തകങ്ങൾ താഴെ കവലയിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, കുന്നിൻ മുകളിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതും കുറെ കല്ലുകൾ നിറഞ്ഞതുമായിരുന്നു. റിയോ ഓട്ടോറിക്ഷ ശ്രമിച്ചു നോക്കി. പക്ഷെ കുത്തനെയുള്ള കയറ്റത്തിൽ റിയോയുടെ ടയർ തെന്നിപ്പോയി. ചിങ്കു JCB വന്ന വഴിയിലുള്ള ചെടികളെല്ലാം നശിക്കും. നമ്മുടെ സൂപ്പർ സ്കൂട്ടറിന് പോലും ആ ഇടുങ്ങിയ കല്ലുപാതയിൽ കയറാൻ പറ്റിയില്ല. അപ്പോഴാണ് സൈക്കിൾ സിപ്പി മെല്ലെ മുന്നോട്ട് വന്നത്. എനിക്ക് വലിയ എഞ്ചിനൊന്നുമില്ല, പക്ഷേ എന്റെ ചക്രങ്ങൾ വളരെ നേർത്തതാ. കല്ലുകൾക്കിടയിലൂടെ എനിക്ക് ബാലൻസ് ചെയ്ത് പോവാൻ പറ്റും, സിപ്പി പറഞ്ഞു. സൂപ്പർ സ്കൂട്ടർ ചിരിച്ചുകൊണ്ട് സിപ്പിയുടെ പിന്നിൽ 2 വലിയ പുസ്തകക്കെട്ടുകൾ ഉറപ്പിച്ചു കെട്ടിക്കൊടുത്തു. സിപ്പി പതുക്കെ ചവിട്ടി തുടങ്ങി. അവന്റെ കുഞ്ഞു ബെല്ലിൽ നിന്ന് ട്രിങ് ട്രിങ് എന്ന ശബ്ദം കേട്ടു. പാതയിലെ വലിയ കല്ലുകൾക്കിടയിലൂടെ പാമ്പിനെ പോലെ വളഞ്ഞു പൊളഞ്ഞ് സിപ്പി സൈക്കിൾ മുന്നോട്ട് നീങ്ങി. ഇടയ്ക്ക് കാറ്റ് വന്നപ്പോ സിപ്പി ഒന്ന് ആടിയിട്ടോ. പക്ഷെ അവന്റെ ഹാൻഡിൽ മുറുക്കെ പിടിച്ച് അവൻ ബാലൻസ് ചെയ്തു. കാലുകൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നെങ്കിലും വായനശാലയിൽ കാത്തിരിക്കുന്ന കുട്ടികളെ ഓർത്തപ്പോ സിപ്പിക്ക് ആവേശം കൂടി. അവസാനം വിയർത്തു കുളിച്ച് സിപ്പി കുന്നിൻ മുകളിലെത്തി. കുട്ടികളെല്ലാരും സന്തോഷത്തോടെ ഓടി വന്നു. സിപ്പി നീ മിടുക്കനാണ്, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് കഥാപുസ്തകങ്ങൾ കിട്ടുകയില്ലായിരുന്നു, കുട്ടികൾ വിളിച്ചു പറഞ്ഞു. തിരികെ താഴെത്തിയപ്പോ സുപ്രുവും റിയോയും ചിങ്കുവും സിപ്പിയെ അഭിനന്ദിച്ചു. ചിങ്കു JCB പറഞ്ഞു, നീ ചെറുതാണെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് കഴിയേ സിപ്പി. അന്ന് വൈകുന്നേരം സിപ്പിക്ക് ഒരു സമ്മാനം കിട്ടി. അവന്റെ ചക്രങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന റേഡിയം സ്റ്റിക്കറുകളും മുന്നിൽ പൂക്കൾ വെക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ബാസ്ക്കറ്റും. വലുപ്പത്തിലോ വേഗതയിലോ അല്ല കാര്യം കൂട്ടുകാരെ, നമ്മുടെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് പരിശ്രമിച്ചാലേ ഏതൊരു കുന്നും നമുക്ക് കീഴടക്കാം.